അപ്പോൾ ഇതാണ് നമ്മുടെ കോൺട്രവേഴ്സിയിൽ പെട്ട് കിടക്കുന്ന അരുൺ സ്മോക്കിയുടെ കിളിക്കുഞ്ഞ് ബെനലി ഇമ്പീരിയൽ 400. എൻ്റെ വണ്ടി ബെനലി സർവീസ് സെൻ്ററിൽ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ഇത് വെളിയിൽ നിൽക്കുന്നത് കണ്ടത്. അപ്പം ഒറ്റ നോട്ടത്തിൽ ഈ വണ്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിന് കുറേ ഇഷ്യൂസ് ഒരു സാധാരണ മനുഷ്യൻ നോക്കിയെങ്കിൽ പോലും കണ്ടേനെ. എന്തുകൊണ്ടോ വാങ്ങിച്ച ആൾക്ക് ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഇട്ടെന്നാണ് അരുൺ സ്മോക്കി പറഞ്ഞത്. അതൊരു സത്യം തന്നെയാണ്. ഇതിൻ്റെ ABS മോട്ടറിന് തന്നെ ഉണ്ട് 50,000 രൂപയുടെ വില. അപ്പം KTM അഡ്വഞ്ചർ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിന് ഒരു 25,000 രൂപ വില വരും. അപ്പം ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ പോലത്തെ ഒരു വണ്ടികൾക്ക് നമുക്കൊന്ന് ഊഹിക്കാനേ ഉള്ളൂ എത്രമാത്രം ഡ്യൂട്ടിയും ടാക്സസ് കൊടുക്കാനുണ്ടെന്ന്. ഇതിൻ്റെ പല പല കോമ്പണൻസിൽ റസ്റ്റിങ് അതുപോലത്തെ ഇഷ്യൂസൊക്കെ ഞാൻ കണ്ടു. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഓഡോമീറ്റർ റീഡിംഗ് ഒരു 30,000 കിലോമീറ്ററാണ്. സോ 30,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിക്ക് ഇത്രയും മാത്രം ഇഷ്യൂസ് വരണമെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഓണർ അതിനെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പം ആരുടെ മേത്താണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഓണറിൻ്റെ മേത്താണോ, സ്മോക്കിയുടെ മേത്താണോ, ഇല്ല വാങ്ങിച്ച ആളാണോ, അല്ലെങ്കിൽ ബെനലി കമ്പനിയെ തന്നെയാണോ? ആരെ കംപ്ലയിൻറ്റ് ചെയ്താലും ആരെ കുറ്റപ്പെടുത്തിയാലും അവസാനം നഷ്ടം വാങ്ങിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്നും വണ്ടി വാങ്ങിക്കാൻ നേരത്തെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക. ഓരോ കാര്യം ഇൻസ്പെക്ട് ചെയ്യുക ക്ലോസ്ലി. അറിയത്തില്ലെങ്കിൽ അറിയുന്നവരാരെങ്കിലും വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി തന്നെ വണ്ടികൾ വാങ്ങിക്കുക.